നമസ്കാരം. അമേരിക്കൻ ആക്രമണ ഭീഷണിക്കിടെ റഷ്യയും ചൈനയും ഇറാന് പിന്നിൽ അണിനിരന്നുകൾ. ഇറാൻ, റഷ്യ, ചൈന സംയുക്ത നാവികാഭ്യാസം അമേരിക്ക അടക്കമുള്ള വലിയ താക്കീതായി മാറി. ഇറാനെതിരെ ആക്രമണത്തിന് അമേരിക്കൻ ഇസ്രയേൽ സേനകൾ പൂർണ്ണ സജ്ജമെന്ന റിപ്പോർട്ടുകൾക്കിടയിലായിരുന്നു ഇറാൻ, റഷ്യ, ചൈന സംയുക്ത നാവികാഭ്യാസം നടന്നത്. മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് എന്ന പേരിലുള്ള സംയുക്ത അഭ്യാസമാണ് റഷ്യയും ചൈനയും ഇറാനും ചേർന്ന് ഹോർമൂസ് കടലിടുക്കിൽ നടത്തുന്നത്. ഇറാനെതിരായ യുദ്ധം ഉണ്ടായാൽ അത് തീക്കളിയാകുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. റഷ്യയും ഇറാനും ചേർന്നുള്ള സംയുക്ത നാവികാഭ്യാസം ഒമാൻ കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കൻ തീരത്തുമായാണ് നടക്കുന്നത്. മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് എന്ന പേരിലുള്ള സംയുക്താഭ്യാസമാണ് റഷ്യയും ചൈനയും ഇറാനും ചേർന്ന് ഹോർമൂസ് കടലിടുക്കിൽ നടത്തുന്നത്. ഇറാന്റെ നാവികാഭ്യാസത്തിന്റെ ഭാഗമായി മേഖലയിലൂടെ പറക്കുന്ന വൈമാനികർക്ക് നേരത്തെ ഇറാൻ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇറാനെ ആക്രമിക്കുന്നത് തീക്കളിയാകുമെന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. മേഖലയിൽ ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും പ്രത്യാഘാതം നല്ലതാകില്ല എന്നും വിദേശകാര്യമന്ത്രി സെർജി ലെവറോവ് തുറന്നു മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ആണവോർജ മേധാവിയെ കണ്ട ഇറാൻ സംഘത്തിനൊപ്പവും റഷ്യ, ചൈന പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. അതേസമയം മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക അയക്കുന്ന USS ജെറാൾഡ് ഫോർഡ് ഈ ആഴ്ച അവസാനമോ അടുത്ത ആഴ്ച ആദ്യമോ എത്തുമെന്നാണ് വിവരം. ഇറാന്റെ തിരിച്ചടി ഉണ്ടായാൽ ചെറുക്കാൻ ഇസ്രായേൽ തീരത്താണ് പടക്കപ്പൽ നിലയുറപ്പിക്കുന്നത്. ഏത് നിമിഷവും സജ്ജമെന്നാണ് അമേരിക്കൻ ഇസ്രായേൽ സൈനിക വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട്. ഇറാൻ ഏറെക്കാലമായി അമേരിക്കയുടെ ഉപരോധങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും നേരിടുന്ന രാജ്യമാണ്. ആണവായുധ ശേഖരം, മധ്യപൂർവേഷ്യയിലെ സ്വാധീനം, പ്രോക്സി സംഘർഷങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം പലപ്പോഴും സംഘർഷഭരിതമായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇറാനെ പിന്തുണച്ച് റഷ്യയും ചൈനയും സംയുക്തമായി സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് അമേരിക്കയുടെ ഏകാധിപത്യ സ്വാധീനത്തെ വെല്ലുവിളിക്കുന്ന നീക്കമായി മാറുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര മാർഗങ്ങളിൽ ഒന്നാണ്. ആഗോള എണ്ണ വിതരണത്തിന്റെ വലിയൊരു വിഹിതം ഈ കടലിടുക്കിലൂടെ കടന്നുപോകും. അതിനാൽ തന്നെ ഇവിടെ നടത്തുന്ന ഏത് സൈനിക നീക്കവും ആഗോള സാമ്പത്തിക സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പ്രദേശത്ത് ഇറാൻ, റഷ്യ, ചൈന സംയുക്ത അഭ്യാസം നടക്കുന്നത് കടലിടുക്കിന്റെ സുരക്ഷയും നിയന്ത്രണവും സംബന്ധിച്ച ശക്തമായ രാഷ്ട്രീയ സന്ദേശമായി വേണം വിലയിരുത്തപ്പെടേണ്ടത്. അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ സൈനിക ശേഷി, മിസൈൽ വികസനം, ആണവ പരിപാടി എന്നിവയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു വരികയാണ്. ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടായേക്കാമെന്ന അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾക്കിടയിൽ ഈ സംയുക്ത അഭ്യാസം നടക്കുന്നത് ഇറാൻ ഒറ്റയ്ക്കല്ല എന്ന സന്ദേശം നൽകാനാണ് ലക്ഷ്യമെന്ന് വിശകലനക്കാർ ചൂണ്ടിക്കാണിക്കും. ഇതൊരു പ്രതിരോധ നീക്കം എന്നതിലുപരി പാശ്ചാത്യ സഖ്യങ്ങൾക്ക് മുന്നറിയിപ്പായി മാറുകയാണ്. ഈ അഭ്യാസം മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം സമുദ്ര സുരക്ഷ, കടൽക്കള്ളക്കടത്ത് പ്രവർത്തനം, വ്യാപാര കപ്പലുകളുടെ സുരക്ഷ എന്നിവയും ലക്ഷ്യമിടുന്നു എന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഇത് പുതിയ കൂട്ടുകെട്ടിന്റെ ശക്തി പ്രകടനമാണ് എന്ന കാര്യം വ്യക്തമാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ ഒരു പുതിയ ബഹുധ്രുവ ലോകക്രമം രൂപപ്പെടുന്നുവെന്ന സൂചനയായി പലരും ഇതിനെ വിലയിരുത്തുന്നു. ആഗോള രാഷ്ട്രീയത്തിൽ ശക്തി സമവാക്യം മാറുന്ന ഘട്ടത്തിലാണ് ഈ നീക്കം നടക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം, ചൈന അമേരിക്ക വ്യാപാര സംഘർഷം, മധ്യപൂർവേഷ്യയിലെ അനിശ്ചിതാവസ്ഥ എന്നിവ ചേർന്നപ്പോൾ ഇത്തരത്തിലുള്ള സംയുക്ത സൈനികാഭ്യാസങ്ങൾ ഭാവിയിലെ അന്താരാഷ്ട്ര ബന്ധങ്ങളെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാകാം. ഇറാൻ, റഷ്യ, ചൈന സംയുക്ത നാവികാഭ്യാസം ഒരു സാധാരണ സൈനിക പരിശീലനം മാത്രമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിൽ ശക്തമായ സിഗ്നൽ നൽകുന്ന തന്ത്രപരമായ നീക്കമാണ്. ഇത് മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെയും ലോകത്തിലെ ശക്തികളുടെ ബന്ധനങ്ങളെയും ബാധിക്കാനിടയുള്ള ഒരു സംഭവമായി ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്.